സന്തോഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒറിജിനൽ രൂപത്തിൽ വല്ലപ്പോഴേ കാണാറുള്ളൂ. ക്യാരക്ടറായിട്ടാണ് കൂടുതലും കാണാറുള്ളത്. മുണ്ടൊക്കെ മടക്കി കുത്തി ആ ഒരു കയ്യിൽ കൊടുത്ത രൂപമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരാം. അതെ, ഇവിടെ വന്നപ്പോ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ല, പാൻറ്റിടാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല സെഗ്മെന്റും വേറെയാണല്ലോ. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മലയാള സിനിമയിലെ കാക്കത്തൂറി എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളി മനസ്സിലേക്ക് ഇടം നേടിയ ആ വലിയ ആൾ അറിയാലോ, ജഗദീഷ് ചേട്ടൻ. ജഗദീഷ് ചേട്ടൻ്റെ പഴയ ആദ്യകാലത്തെ ആ ഒരു ശബ്ദം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്റെ കാര്യം കുട്ടിക്ക് അറിയില്ലല്ലോ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അമ്മ, പുര നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന 4 സഹോദരിമാർ, ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം കഴിയാൻ. ഇതിലുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. ഒന്നും കുറയ്ക്കാനും ഇല്ല, ഒന്നും കൂട്ടാനും ഇല്ല. പെർഫെക്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വേറൊരു ചാനലില് വേറൊരു കോമഡി ഷോയുടെ ജഡ്ജാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ വിളിച്ചാല് അദ്ദേഹം ഈ സംസാരിച്ച് ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ആവേശം മൂത്ത് എവിടെങ്കിലുമൊക്കെ പോയി ഇടിച്ചു കയറി കളയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭാഷണമാണ് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളൊരു പൊതുവേദിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു ശബ്ദ വ്യത്യാസം. കാര്യം ഞാൻ ഈ കോമഡി മസാലയിലേക്കാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെ കുറിച്ചാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ ആശാൻ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കൂടങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ പൊളിച്ച് കളയുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്താനുള്ളത്. സംസാരിച്ച് കയറിയപ്പോ കൈവിട്ടു പോയി. അപ്പോ ഇനിയിപ്പോ ജഗദീഷേട്ടനെ പ്രസിദ്ധിക്ക് നമുക്ക് മലയാളത്തിലൊരു നടിയുടെ ശബ്ദം കേൾക്കാം. നമ്മുടെ നന്ദനം എന്ന ചിത്രത്തിലൂടെ നമുക്കേറെ സുപരിചിതയായ ബാലാമണി. നവ്യ നായർ. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഓടി കോമഡി മസാലയിലേക്കാണ് വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്യിപ്പിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കെടാണ്ട് ഈ മുഖം ഇങ്ങനെ തിരിച്ചു തന്നതല്ലേ. എന്നെ ഇരട്ടിലാക്കിയിട്ടും വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. ചേട്ടാ, ഞാൻ പറഞ്ഞു, ഞാനേ പറഞ്ഞുള്ളൂ, എനിക്ക് പറയാൻ പറ്റിയുള്ളൂ. മാക്കളുടെ ശബ്ദം അടിപൊളി. ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മറ്റൊരു താരമാണ് നമ്മുടെ മുകേഷ് ചേട്ടൻ. അപ്പൊ മുകേഷ് ചേട്ടൻ ഇവിടെ വന്നാൽ നമ്മൾ സഹിതമായിട്ട് സംസാരിച്ചാൽ നോക്കാം. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറയടേ. ആണല്ലേ? അളിയൻ ഇപ്പോഴും ആ പറ്റ പരിപാടിയൊക്കെ ഉണ്ടോടെ? കാണാനും നല്ല ഗ്ലാമർ ഉണ്ട്. ചുമന്ന ഷർട്ടേ, നമ്മുടെ പഴയ കൂട്ടാനും മായൻകുട്ടിയൊക്കെ അറിയാവൂടെ? അറിയില്ലേ? എന്തോന്നടേ ഇവൻ? ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ മുകേഷ് ചേട്ടന്റെ വളരെ സെന്റിയായിട്ട് ഉള്ളൊരു ഡയലോഗാണ് നമ്മുടെ റാംജിറോ സ്പീക്കിംഗ് എന്ന സിനിമയില്. അപ്പൊ അത് ഈ സെന്റി അധികം മിമിക്രിക്കാർ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ആ ഒരു സീൻ നോക്കാം. ബാലകൃഷ്ണ, ആ കാറിലിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എൻ്റെ അമ്മയെ കണ്ണീച്ചോറിയില്ലാതെ പറ്റിക്കുക. മകന് കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി, മാസം പണം അയക്കുന്നു, വിമാനത്തിൽ വരുന്നു, അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? 3 നേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, ഇന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഹൃദ്രോഗിയായി എൻ്റെ അമ്മ പിടഞ്ഞു മരിച്ചേനെ. നന്ദിയുണ്ട് ബാലകൃഷ്ണ, നന്ദിയുണ്ട്. അല്ലെ തന്നെ സന്തോഷ് ചേട്ടൻ മുകേഷ് ചേട്ടന്റെ കാര്യത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? അതെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ട MLA-യും സിനിമാ നടനും ഒക്കെ ആയ ഗണേശ് ചേട്ടൻ. ബാസുര ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ മാടമ്പള്ളി മേടെ വെച്ചൊന്ന് ബോറടിച്ചതാ. ബോറടി ഉണ്ടെങ്കിൽ കോമഡി മസാല കാണാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. കുഴപ്പമൊന്നുമില്ല, വീണ്ടും കാണിച്ചു. ഇപ്പൊ സ്ട്രോങ്. അടിപൊളി, സൂപ്പർ. ഇനി അവസാനമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി കാവ്യ മാധവൻ. എന്തോരാൾക്കാരാ ഇവിടെ. നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആരൊക്കെയാ ഇരിക്കണത്? നെൽസൺ ചേട്ടൻ, സുധി ചേട്ടൻ,
സത്യം പറഞ്ഞ ഗ്ലാമറാണ് കേട്ടാ. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കണ അവതാരിക ഒരു രക്ഷയില്ല കേട്ടാ. ഞാനൊക്കെ വെറും ഫെസ്റ്റിവലായി പോവും. എന്തൊക്കെയായാലും കോമഡി മസാല എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. സൂപ്പർ.